Say the baby dropped. Oh my god, that's nuts. പ്രഗ്നൻസി കൂടെ കടന്നു പോയിട്ടുള്ള മദേഴ്സിനൊക്കെ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക്കലി നമ്മൾ ഇതിന് പറയുന്നത് ലൈറ്റനിങ് എന്നാണ്. അത് ആക്ച്വലി ഒരു പോയറ്റിക് ആയിട്ടുള്ള ഒരു വാക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ യൂട്രസ് ഇങ്ങനെ വളരെ നമ്മുടെ ചെസ്റ്റിൽ മുട്ടി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിന്, ഫിസിക്കലി അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഡിമാൻഡിങ് ആണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 36-38 വീക്സ് ആകുമ്പോൾ 1-2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ലേബറിന് റെഡി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിൻ്റെ പ്രസൻറ്റിങ് പാർട്ട്, യൂഷ്വലി അത് ഹെഡ് ആണല്ലോ, അത് നമ്മൾ ഇടുപ്പിനകത്തേക്ക്, അതായത് പെൽവിസിനകത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. അത് ഇറങ്ങുമ്പോൾ ഈ ഡയഫ്രത്തിൻ്റെ, നമ്മുടെ ചെസ്റ്റിനോട്ടുള്ള പ്രഷർ ഒന്ന് ചെറുതായിട്ട് കുറയും, യൂട്രസ് ചെറുതായിട്ട് താഴോട്ട് പോകുന്ന പോലെ തോന്നും. അതിനോടൊപ്പം തന്നെ ഇവിടം വരെ യൂട്രസ് വളർന്നു കഴിയുമ്പോൾ പിന്നെ അതിന് മുകളോട്ട് വളരാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ യൂട്രസ് ഫ്രണ്ടിലേക്ക് വീഴും, അത് ആൻറ്റിവേർട്ടഡ് ആവും കുറച്ചുകൂടെ നമ്മൾ പറയും. എന്നിട്ട് അത് സൈഡിലേക്കും കൂടെ വളരുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് ഈ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ അവസാനത്തെ മാസമൊക്കെ അമ്മമാരെ വയറ് താന്നു പോയി, അല്ലെങ്കിൽ വയറ് ഫ്രണ്ടിലോട്ട് ഇച്ചിരൂടെ താന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങി എന്നൊക്കെ പറയും. കുഞ്ഞ് ചെറുതായി പോകുന്നൊന്നുമല്ല, യൂട്രസ് മുമ്പിലോട്ട് വീണിട്ട് സൈഡിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്ട്രെസ് കുറഞ്ഞിട്ട് ശ്വാസം മുട്ട് ബെറ്റർ ആവും, കുഞ്ഞ് ഇടുപ്പിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. പക്ഷേ ഇതിന് ഒരു ഇപ്പുറത്തെ വശമുണ്ട്. യൂട്രസ് ഫ്രണ്ടിലോട്ട് വീഴുമ്പോൾ യൂട്രസ് ചെന്ന് ടച്ച് ചെയ്യുന്നത് നമ്മുടെ യൂറിനറി ബ്ലാഡറിലാണ്, നമ്മുടെ മൂത്രാശയ സഞ്ചിയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, യൂറിൻ ചിലപ്പോൾ തന്നെ പോകുന്ന പോലെ. അങ്ങനെ യൂറിനറി കംപ്ലയിൻറ്റ്സ് ആ സമയത്ത് കൂടുന്നതിൻ്റെ റീസണും ഇതൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറാണ്. പക്ഷേ ആ പേര് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അല്ലേ, ലൈറ്റ്നിങ്. മദേഴ്സ് അങ്ങനെയാണ് നമ്മുടെ എടുക്കുന്ന സിംറ്റംസും പറയാം, ഡോക്ടർ എൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ മാറി, ശ്വാസമൊക്കെ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്, നടക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ്.